കുറച്ച് ദിവസം മുമ്പ് ബീച്ചിൽ വെച്ചിരുന്ന ഒരു ഹർദൂസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, മലയാളമാരെ ഉണ്ടെന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ഫലസ്തീൻ അനുകൂലമായിട്ട് അവിടെ ഒരു പരിപാടി നടത്തിയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലെത്തി. രാത്രിയായപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒളിപ്പിച്ചു. പിറ്റേ ദിവസം സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ എന്നോട് മെയിനായിട്ട് അവിടെ നിന്ന് പറഞ്ഞ കാര്യം, ഈ റിജാസിന്റെ കൂടെ നടന്നാൽ ഓനത്ര നല്ല ആളൊന്നല്ല, അവന്റെ കൂടെ നടന്നാൽ ഇനി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയിൽ കണ്ടാൽ UAP ആയിട്ട് ഉള്ളിലിടുന്ന പറഞ്ഞു. അങ്ങനെ തന്നെ അന്ന് ആടെ നാളെ അങ്ങനെ തന്നെ ഉള്ളൂ. അതിനുശേഷം അതിനുശേഷം ഞാൻ റിജാസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യം, ഈ ഇങ്ങനെയുള്ള ഒരാളെ കൂടെ നടക്കുമ്പോൾ ബാക്കിയുള്ള അവരെ കൂടെ ഉള്ള ആളെ വീട്ടിലും സർവൈലൻസിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് അമീൻ ഇവിടെ ഉണ്ട്, അതുപോലെ വീട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ച് ഞാൻ സീനാക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് എന്താണ് കൂടെ നിന്ന് ചെയ്യാൻ പറ്റുക? അത് ഇവര് ഡയറക്റ്റ് പേര് പറയാറില്ല, ഒരു പ്രത്യേക തരം ഒരു മെറ്റഫർ ഉപയോഗിക്കും. ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റുകളുമായിട്ട് നിങ്ങളുടെ കൂട്ടുകെട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോ സർവൈലൻസിന്റെ കാര്യം പറയണേ. ഇപ്പോ നമ്മൾ ഈ പരിപാടിക്ക് വന്ന് ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോ ഈ പരിപാടിയുമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യാറുണ്ട്, പലനെ വിളിക്കാറുണ്ട്, തോഹനെ വിളിക്കാറുണ്ട്. ഈ വിളിച്ചതിന്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ IB വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. നേരത്തെ സിദ്ദീഖ് പറഞ്ഞ പോലെ ഡയറക്റ്റ് വീട്ടിലേക്ക് വരില്ല, അവിടെ ഉള്ള എല്ലാ കടകളിലും എല്ലായിടത്തും കയറിയിട്ട് ഇന്ന ആളറിയോ, ഇയാൾ എങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല, അവർക്ക് ഇപ്പോ UAP എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ സർവൈലൻസ് എന്താണെന്നോ ഫലസ്തീന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാന്നോ അതൊന്നും അറിയില്ല. ഏറ്റവും ഇഷ്ടമായിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കഫിയെ ഇട്ട് കളി കാണാൻ പോയത്, അതിന്റെ പേരിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മളെ വീട്ടിലേക്ക് IB വന്നിട്ടുണ്ട്, റിജാസിന്റെ വീട്ടിലേക്ക് ATS വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ സർവൈവൽ അനുഭവിക്കുന്ന ആളുകൾ, അഥവാ നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള സൗഹൃദമാണ്. അപ്പൊ അവർക്ക് എന്ത് രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാന്നുള്ളത് പറയണം. പിന്നെ ഇത്തരക്കാരെ ഇതിനെ എങ്ങനെ സർവൈവ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടും കൂടെ സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും. ഇവിടെ ചോദിച്ച ഫസ്റ്റ് UAP ഫസ്റ്റ് ചോദിച്ചല്ലോ, ആ ചോദ്യത്തിൽ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, UAP എന്ന് പറയുന്നത് തന്നെ നമ്മൾ ശരിക്കും എന്താ പറയാ, ഒരു ക്രിമിനലൊന്നും അല്ലാത്ത ഒരാളെ പിടിച്ച് എത്രയും കാലം ജയിലിലിടാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ നിയമമാണ്. അല്ലെങ്കിൽ ഡിസെന്റുകൾ എന്താ പറയാ, അല്ലെങ്കിൽ ആ ഒരു ഡിസെന്റുകളെ എത്ര കാലം നിയമവിരുദ്ധമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മാത്രം നിയമിച്ച ഒരു നിയമമാണ് UAP. ആണെങ്കിലും മുമ്പത്തെ ടാഡയാണെങ്കിലും പോട്ടയാണെങ്കിലും നിങ്ങൾ കഴിഞ്ഞ ദിവസം പേപ്പർ വായിച്ചിട്ടുണ്ടാവും. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്ത ഒരു കണക്കുണ്ട് UAPയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇത്തരം കേസുകളെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഡാറ്റകൾ. അതായത് ഇത് ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് 99% ആൾക്കാരും ശിക്ഷിക്കപ്പെടാത്തതാണ്. ഞാൻ വരുമ്പോൾ അങ്ങനെയല്ല പറയുന്നത്, കുറച്ചും കൂടി ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 99% UAPയെ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ആക്ടുകളിൽ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, UAP എന്ന് പറയുന്നത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഉള്ളതുപോലെ തന്നെ ആൾ പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് UAP. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അങ്ങോട്ട് പിടിച്ച് അകത്തിടാൻ പറ്റാത്ത രീതിയിൽ ഇത്ര കൂട്ടായ്മകൾ ഇതിന് വേണം. ഇപ്പോൾ സിദ്ദീഖാപ്പനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പലരും ആലോചിച്ചിട്ടുണ്ടാവും, അദ്ദേഹം തേജസ്സിൽ വർക്ക് ചെയ്തതാണ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു തീവ്രവാദ ബന്ധം ഉണ്ടാവും, അങ്ങനെയാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാളാണ് അദ്ദേഹം ഒന്നുമില്ലാതെ എങ്ങനെ, എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും, ഒന്നുമില്ലാതെ തീയില്ലാതെ പുകയില്ലാതെ തീ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന കുറെ തിയറികളുണ്ടാവും, നമ്മുടെയൊക്കെ സാധാരണ സ്വാഭാവികമായ തിയറികൾ. ആ തിയറികളെ പൊളിച്ചടക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമൊക്കെ ഉണ്ടാവും. അദ്ദേഹം വിക്കിപീഡിയയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ജോർജിയയിൽ എന്തിനു പോയതാ, എന്താ പറയുക, പട്ടിണി കിടക്കുന്ന ഓൻ ഇങ്ങനെ ജോർജിയയിലെത്തി, അല്ലെങ്കിൽ ഓൻ ഇങ്ങനെ സൗത്ത് ആഫ്രിക്കയിലെ ക്യാപ് ടൗണിൽ പോയി. അപ്പൊ കുറച്ച് എന്തെങ്കിലുമൊക്കെ 100 കോടിക്ക് ഓനെ വിദേശത്ത് നിന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഓന് PML ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഈ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. ഒരു എന്താ പറയുക, ആരുടെയും പേര് പറയാതെ ഞാൻ പറയാം, ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ആരെയും വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്ന സ്ഥാപനത്തിലുള്ള ഒരാൾ ഞാൻ അറസ്റ്റിലായ ഉടനെ വളരെ കുറച്ചുകൂടി അങ്ങോട്ട് പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾ ആളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അത്ര പറഞ്ഞു നിർത്താം.
ഈ അടുത്ത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബീഹാറിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ, ബീഹാറിൽ നിന്നുള്ള സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ വീട്ടിൽ വന്നു. അത് പറഞ്ഞു, ഞാൻ ഇന്ന ആളെ, നിങ്ങളുടെ ഇന്ന ആളെ ഞാൻ എന്ത് ചെയ്തു, ഇന്റർവ്യൂ ചെയ്തിരുന്നു നിങ്ങൾ അറസ്റ്റിലായ സമയം. ഞാൻ അറസ്റ്റിലായ സമയത്ത് അദ്ദേഹത്തെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഇംഗ്ലീഷ് മാധ്യമമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിലും ഓനെ എന്തിനാ അങ്ങോട്ട് പോയത് UP-യിലേക്ക് എന്ന് ആ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചത്രേ. അവന്റെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയമുണ്ട്, അതെന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചു. ആ ആള് ഞാൻ ജയിലിൽ ഇറങ്ങിയ ശേഷം എൻ്റെ സ്വന്തം ആളാണ്. വളരെ എന്താ പറയാ, വളരെ ഉഷാറായിട്ട് എന്നെ അങ്ങനെ ചെയ്യണടാ, അതാക്കണം, നമുക്ക് ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഉപദേശകന്റെ റോളിൽപ്പെട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ ആൾ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കട്ടക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ ഇത്തരം UAPA പോലുള്ള മനുഷ്യവിരുദ്ധമായ ഇത്തരം നിയമങ്ങളെ, ഈ ഡ്രാക്കോണിയൻ ലോസ്, ഇത്തരം ഡ്രാക്കോണിയൻ ലോസിനെ നമുക്ക് നേരിടാൻ പറ്റുന്നതാണ്. നെഞ്ചുറപ്പോട് കൂടി നിൽക്കണം. ഞാൻ ഈ പരിപാടിക്ക് വന്നത് എൻ്റെ ഞാൻ പറഞ്ഞു, വൈഫിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകളുടെ നിക്കാഹ് നടന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ അവരെ ചീത്ത പിടിക്കുന്നുണ്ടാവും, ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് 1:30 ആയിരുന്നു നിക്കാഹ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇന്ന ആൾക്കാരാണ് നിങ്ങളെ, അവളുടെ ഫോണിലേക്കാണ് ഇവർ ആദ്യം വിളിച്ചത്. അപ്പം നമ്മൾ 0 നിൽക്കുന്ന സമയത്ത് നമ്മോടൊപ്പം നിന്ന ആളുകളാണ് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് വന്നത്. അതായത് ഒരു സംശയത്തിന്റെ ആനുകൂല്യം മുഴുവൻ എനിക്ക് തന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എന്ത് ചെയ്തത്, ഈ പരിപാടി വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ട് ഇവിടെ വന്നത്. സംശയത്തിന്റെ ആനുകൂല്യം പോലീസിന് കൊടുക്കുന്ന, ഭരണകൂടത്തിന് കൊടുക്കുന്ന ആളാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആള്. ഏത്, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ഒരാൾ പറയാണ്, അവന് എൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് സംശയമുണ്ട്. പിന്നീട് ജയിലിൽ കിടക്കുമ്പോൾ ഹിന്ദു പത്രത്തിലാണ് ഞാൻ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്നെ കുറിച്ചിട്ട് ചാർജ് ഷീറ്റിൽ പറയുന്നത് ഞാനൊരു മാവോയിസ്റ്റ് സിമ്പതൈസറാണ്. അതിന് മുമ്പ് ഞാൻ മുസ്ലിം തീവ്രവാദിയായിരുന്നു, ഇസ്ലാമിക് ടെററിസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ മാവോയിസ്റ്റ് സിമ്പതൈസർ, കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടർ. ഹിന്ദുവിൽ ഞാൻ എൻ്റെ എന്താ പറയാ, കണ്ണുകൾ കൊണ്ട് ആരും പറഞ്ഞു കേട്ടതല്ല, വായിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവിൽ കണ്ടൊരു വാർത്തയായിരുന്നു. എന്നെ കുറിച്ചിട്ട് ഭരണകൂടം പറഞ്ഞത് ഞാൻ ഇസ്ലാമിക് ടെററിസ്റ്റ്, മുസ്ലിം തീവ്രവാദി ആൻഡ് കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ടർ, മാവോയിസ്റ്റ് സിമ്പതൈസർ. അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ജീവൻ സായിബാബയുടെ വൈഫിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിബാബു സാറിന്റെ വൈഫിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അവരുടെ പക്ഷം ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അത് ഞാൻ 3 ഭാഷകളിൽ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഭാഷകളിൽ എൻ്റെ ബൈനയിൽ ഈ സാധനങ്ങൾ വന്നിട്ടുണ്ട്. സത്യമാണ്, അതൊക്കെ ചെയ്യണം, വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഈ ഒരു എന്താ പറയാ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വൺ-വേർഡ് ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്, ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. സംശയത്തിന്റെ ആനുകൂല്യം ഇരകൾക്ക് നൽകുക എന്ന് പറയില്ലേ, ഇര എന്ന് പറയുന്നത് പോലും ശരിയാണോ എനിക്ക് അറിയില്ല. ഞാൻ ഒരു എന്താ പറയാ, വാക്കുകൾ കിട്ടാത്തതുകൊണ്ട്, ജയിലിൽ പോയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുറെ ചില വാക്കുകളൊന്നും ചിലപ്പോൾ പ്രോപ്പറായിട്ട് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഇരകൾക്ക് നൽകുക, പോലീസിനും ഭരണകൂടത്തിനും നൽകാതിരിക്കുക എന്നുള്ളതാണ് സംശയത്തിന്റെ ആനുകൂല്യം. സംശയത്തിന്റെ ആനുകൂല്യം എന്താ പറയാ, ഇര എന്ന് പറയുന്ന ആൾ, ആ വിക്ടിമിന് നൽകാൻ നമുക്ക് കഴിയണം.